എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു വെർമസലി അല്ലെങ്കിൽ സേമിയ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഡേറ്റ്സും കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ഇനി നമുക്ക് വെർമസലിയാണ് ആവശ്യം. ഞാൻ ഈ ഒരു ടൈപ്പ് വെർമസലിയാണ് ഇവിടെ എത്തിക്കുന്നത്. നിങ്ങൾക്ക് ചെറുത് കിട്ടുമെങ്കിൽ അത് വാങ്ങാം. ഇതിപ്പോൾ ഞാൻ ഈ ടൈപ്പും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിനെ ഇതിൻ്റെ പകുതി പോർഷനേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനെ നമുക്കൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ഇട്ടിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന വെർമസലി കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ലോയിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടോണം വഴറ്റാനായിട്ട്. നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തന്നെ വഴറ്റി കൊടുക്കണം. കാരണം ഇതിൽ ചിലപ്പോൾ കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. പഞ്ചസാര എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം 1 മിനിറ്റ് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കണം. ഞാനൊരു 500 ml പാലാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു 125 ml പാലെടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സ് കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തീ എപ്പോഴും മീഡിയത്തിലായിരിക്കണം, അല്ലെങ്കിൽ ലോയിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കരുത്, ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒഴിക്കുമ്പം കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതിനാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ഒന്ന് മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വനില എസൻസും കൂടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിനി മധുരം നോക്കിയിട്ട് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യണം. കാരണം തണുക്കുമ്പോൾ അത് കൂടുതൽ കട്ടിയാവും. ഇപ്പം നമ്മുടെ പാല് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തിടാം. ഇനി ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മുടെ നെയ്യിലും പഞ്ചസാരയിലും ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന വെർമസലി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈത്തപ്പഴവും നമ്മുടെ ഉണക്കമുന്തിരിയും കൂടെ കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. വീണ്ടും ഇതുപോലെ നമുക്ക് വെർമസലി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഡേറ്റ്സും ഉണക്കമുന്തിരിയും കൂടി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ആ പാലിൻ്റെ മിക്സും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബ്ലൂബെറിയുടെ യോഗേർട്ട് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊഴിച്ച് കഴിക്കുമ്പോൾ എനിക്ക് യോഗേർട്ടിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. യോഗേർട്ട് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിലും ശരിക്കും നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല മധുരമാണ് ഇതിന്. യോഗേർട്ടിൻ്റെ ടേസ്റ്റും കൂടി എക്സ്ട്രാ നമ്മൾ ചേർക്കുമ്പോൾ വരുമെന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഈ വെർമസലിയും മുന്തിരിയും ഡേറ്റ്സും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. നമുക്ക് സെറ്റ് ആവുന്ന വരെ വെക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ എങ്കിലും നമ്മൾ വെച്ചിരിക്കണം. ഫ്രിഡ്ജിലെ തണുപ്പനുസരിച്ചിരിക്കും എത്ര സമയം കൊണ്ട് അത് സെറ്റ് ആവണമെന്നുള്ളത്. ഞാൻ ശരിക്കും ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നന്നായിട്ടത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്.
നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ചും കൂടി നോക്കണം. ഇതിൽ കസ്റ്റാർഡ് പൗഡറും മിൽക്ക് പൗഡറൊന്നും ഇട്ടില്ല എങ്കിലും വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ എക്സ്ട്രാ യോഗേർട്ടും വൈറ്റ് ചോക്ലേറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വെർമിസെല്ലി പുഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.